الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, കാരുണ്യവാനായ പടച്ച തമ്പുരാൻ നമ്മിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാനം മുഅ്മിനായി മരിക്കാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു കടം വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന ഫലസ്തീനുകളടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു ആശ്വാസവും സന്തോഷവും സമാധാനവും പ്രദാനിക്കുമാറാകട്ടെ. സൗദി അറേബ്യ ഭരിച്ചിരുന്ന വളരെ ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു കിങ് ഫൈസൽ. അദ്ദേഹത്തിന്റെ പേരിൽ സൗദി ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡാണ് കിങ് ഫൈസൽ അവാർഡ്. ഇസ്ലാമിക പ്രബോധന വിഷയങ്ങളിലും മറ്റും ലോകത്ത് ശ്രദ്ധ നേടിയ ആളുകൾക്ക് കിങ് ഫൈസൽ അവാർഡ് നൽകപ്പെടാറുണ്ട്. 1995 അതേവരെ കിങ് ഫൈസൽ അവാർഡ് നേടിയ ആളുകളുടെ ജേതാക്കളുടെ ഒരു സമ്മേളനം ഈജിപ്തിൽ നടക്കുകയുണ്ടായി. അന്ന് ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കിങ് ഫൈസൽ അവാർഡ് ജേതാവും ബോസ്നിയ ഹെർസഗോവിന എന്ന യൂറോപ്യൻ രാജ്യത്തിന്റെ പ്രസിഡന്റുമായിരുന്ന അലീജ ഇസത്ത് ബഗോവിച്ച് വളരെ സുപ്രധാനമായ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. അലീജ ഇസത്ത് ബഗോവിച്ച് എന്ന് പറയുന്നത് ബോസ്നിയയുടെ പ്രസിഡന്റ് മാത്രമല്ല, ധാരാളം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എഴുതുകയും ഇസ്ലാമികമായ ഐക്യത്തിനു വേണ്ടിയും മുസ്ലിമീങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടിയും അതിശക്തമായി വാദിക്കുകയും ചെയ്ത ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു അലീജ ഇസത്ത് ബഗോവിച്ച്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പലതും മലയാളത്തിൽ പോലും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ആ ഈജിപ്തിൽ നടന്ന സമ്മേളനത്തെ സംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം ഒരു 4 കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ 4 കാര്യങ്ങൾക്ക് മറുപടി പറയുന്നവർക്കായിരിക്കണം അടുത്ത വർഷത്തെ കിങ് ഫൈസൽ അവാർഡ് കൊടുക്കേണ്ടത്. അദ്ദേഹം ഓരോ കാര്യങ്ങൾ എങ്ങനെ എണ്ണി പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ഐക്യപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സമൂഹമാണ് മുസ്ലിമീങ്ങൾ. കാരണം അവരുടെ ദൈവം ഒന്നാണ്, അള്ളാഹു. അവരുടെ പ്രവാചകൻ ഒന്നാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ വിശുദ്ധ ഗ്രന്ഥം ഒന്നാണ്, ഖുർആൻ. അവരുടെ കലിമ ഒന്നാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ എല്ലാ നിലയ്ക്കും ഒന്നാകാനുള്ള എല്ലാവിധ സാധ്യതകളുമുള്ള സമുദായമാണ് മുസ്ലിമീങ്ങൾ എന്നിരിക്കെ എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്കിടെ ഇങ്ങനെ വലിയ അനൈക്യങ്ങൾ ഉണ്ടായിത്തീരുന്നത്? പല പാർട്ടികളായി, പല ഗ്രൂപ്പുകളായി എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഇങ്ങനെ അനൈക്യത്തിലായിത്തീരുന്നത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇതിന് മറുപടി പറയണം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ ഇഖ്റ, വായിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് ആരംഭിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ ആദ്യം തന്നെ മനുഷ്യരോട് പറഞ്ഞത് പഠിക്കണമെന്നാണ്. ഇങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞ് ആരംഭിച്ചൊരു വേദഗ്രന്ഥവും ലോകത്ത് വേറെ ഉണ്ടാകില്ല.
അറിവിന് ഇത്രമേൽ പ്രാധാന്യം നൽകിയൊരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. എന്നിട്ടും എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഈ അറിവിന്റെ വിഷയത്തിൽ പിന്നോക്കം പോയത്? എവിടെ നോക്കിയാലും അറിവിന്റെ വിഷയത്തിൽ പിന്നോക്കം നിൽക്കുന്ന സമൂഹം മുസ്ലിമീങ്ങളാണ്. എന്താണ് ഇതിന് കാരണം? ഇതിന് മറുപടി പറയണം. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, വൃത്തിക്ക് ഏറ്റവും പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം. അന്നലാഫത്തു ശത്രുൽ ഈമാൻ. വൃത്തി എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പകുതിയാണെന്നാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരാൾക്ക് വൃത്തിയുണ്ടെങ്കിൽ പകുതി വിശ്വാസം ഉണ്ടായി എന്നാണ് ഇതിനർത്ഥം. ഇത്രമേൽ വൃത്തിക്ക് പ്രാധാന്യം നൽകിയൊരു മതമാണ് ഇസ്ലാം എന്നിരിക്കെ ലോകത്ത് എവിടെ ചെന്നാലും മുസ്ലിമീങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് വൃത്തി കുറഞ്ഞതായിട്ട് കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് പരിസര ശുചിത്വം. അത് അമേരിക്കയിൽ പോയാലും മുസ്ലിമീങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് വൃത്തി കുറവായിരിക്കും. അദ്ദേഹത്തിന്റെ വാക്കാണത്. അപ്പൊ എന്താണ് ഈ വൃത്തിക്ക് ഇത്രയും പ്രാധാന്യം പഠിപ്പിച്ച മതത്തിന്റെ അനുയായികൾ എന്തുകൊണ്ടാണ് വൃത്തിക്കും ശുദ്ധിക്കും ഈ സ്ഥാനം നമ്മൾ കൊടുക്കാത്തത്? ഇതിനു മറുപടി പറയണം. നാലാമത് അദ്ദേഹം പറഞ്ഞത്, സമയനിഷ്ഠ ഇത്രയും കൃത്യമായി പഠിപ്പിക്കപ്പെട്ടൊരു സമുദായം ലോകത്ത് വേറെയില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായി സമയനിഷ്ഠയോടുകൂടി ചെയ്യണമെന്ന് നമ്മെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ പരിപാടികൾക്ക് ഈ സമയനിഷ്ഠ പാലിക്കാത്തത്? അദ്ദേഹം അത് പറയാനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. അതിന്റെ തലേ വർഷം OICയുടെ ഒരു യോഗം, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, അറബ് രാജ്യങ്ങളുടെ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗം 9 മണിക്കൂർ താമസിച്ചാണ് യോഗം തുടങ്ങിയത്. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, കൃത്യനിഷ്ഠയും സമയനിഷ്ഠയും ഇത്രയും കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായത്തിൽ എന്തുകൊണ്ടാണ് സമയനിഷ്ഠ നമുക്ക് പാലിക്കാൻ കഴിയാത്തത്? ഈ 4 ചോദ്യങ്ങൾക്ക് ആരാണോ മറുപടി പറയുന്നത് അയാൾക്കായിരിക്കണം അടുത്ത പ്രാവശ്യത്തെ കിങ് ഫൈസൽ അവാർഡ് കൊടുക്കേണ്ടതെന്നാണ് അലീജ ഇസത്ത് ബഗോവിച്ച് ഈജിപ്തിലെ ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ മൂല്യമെന്ന് പറയുന്നത് സമയനിഷ്ഠയായിരുന്നു. സമയനിഷ്ഠ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വലിയൊരു മൂല്യമാക്കി അദ്ദേഹം കൊണ്ടു നടന്നു. അദ്ദേഹത്തിന്റെ അരയിൽ തൂക്കിയിടുന്നൊരു വാച്ച് നമ്മൾ ഓർക്കുന്നുണ്ടാകും. ആ വാച്ച് പോലും അദ്ദേഹത്തിന്റെ സമയനിഷ്ഠയാണ് കാണിക്കുന്നത്. അദ്ദേഹം താമസിച്ചു പോയത് ഒരിക്കൽ മാത്രമാണ്. 1948 ജനുവരി 30 പ്രാർത്ഥനയ്ക്ക് വേണ്ടി അദ്ദേഹം ബിർള മന്ദിരത്തിൽ നിന്ന് നടന്നു വരുന്നത് 10 മിനിറ്റ് താമസിച്ചാണ്. അന്നാണ് അദ്ദേഹത്തെ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് വീഴ്ത്തുന്നത്. ആ മഹാനുഭാവൻ ഈ ലോകത്തോട് വിട പറയുന്നത് അന്നാണ്, 10 മിനിറ്റ് വൈകി. ഗാന്ധിജി തന്റെ സ്കൂൾ കാല അനുഭവം പറയുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം 5ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോൾ ഒരു ശനിയാഴ്ച ദിവസം അദ്ദേഹത്തിന് സ്പെഷ്യൽ ക്ലാസ് വെച്ചു അധ്യാപകൻ. സ്പെഷ്യൽ ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കുറവാണ്. ഗാന്ധിജി ചെന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഒരു നദി കടന്നു വേണം സ്കൂളിലേക്ക് പോകാൻ. നദിക്കരയിൽ ചെന്നപ്പോൾ വള്ളം കിട്ടിയില്ല. കുട്ടികൾ കുറവായതുകൊണ്ട് വള്ളം വരാൻ താമസിച്ചു. 1/2 മണിക്കൂർ വൈകിയാണ് വള്ളം വരുന്നത്. സ്വാഭാവികമായിട്ടും ഗാന്ധിജി ക്ലാസ്സിലെത്താൻ 1/2 മണിക്കൂർ വൈകി. അധ്യാപകൻ ചോദിച്ചു, എന്താ നീ വൈകിയത്? അപ്പൊ അത് വള്ളം കിട്ടാത്തത് കൊണ്ടാണെന്ന് ഗാന്ധിജി മറുപടി പറഞ്ഞപ്പോൾ അധ്യാപകൻ ഗാന്ധിജി അടിക്കുന്നുണ്ട്. നീ കള്ളം പറഞ്ഞുവല്ലേ എന്ന് പറഞ്ഞാണ് അടിക്കുന്നത്. ഗാന്ധിജി പറയുന്നുണ്ട്, എന്നെ അത് വല്ലാതെ വേദനിപ്പിച്ചു. അടിയുടെ വേദനയല്ല, കള്ളം പറയരുത് എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു മൂല്യമായി കൊണ്ടു നടക്കുന്ന ഞാൻ കള്ളം പറഞ്ഞു എന്ന് അധ്യാപകൻ പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വേദന. പിന്നെ ഞാൻ ചിന്തിച്ചു, സത്യത്തിൽ അത് എന്റെ കുഴപ്പമാണ്. ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെങ്കിൽ കുട്ടികൾ കുറവായിരിക്കുമെന്നും വള്ളം കിട്ടാൻ താമസിക്കുമെന്നും ഞാൻ നേരത്തെ മനസ്സിലാക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരത്തെ ഞാൻ ഇറങ്ങേണ്ടിയിരുന്നു. അങ്ങനെ ഇറങ്ങാതെ പോയത് എന്റെ കുറ്റമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് ഗാന്ധിജി പറയുന്നു. സഹോദരങ്ങൾ, പഞ്ചാലിറ്റി എന്ന് പറയുന്നത്, സമയനിഷ്ഠ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ വലിയൊരു മൂല്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമയനിഷ്ഠയുള്ളവനായിരിക്കാൻ അവന് കഴിയും. കാരണം അവനെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആരാധനകളെല്ലാം തന്നെ സമയനിഷ്ഠയുള്ളതാണ്.
നമ്മൾ അവിടെ നിന്നാണ് ഈ സമയനിഷ്ഠ പഠിക്കേണ്ടത്. നമ്മുടെ ആരാധനകളൊന്ന് എടുത്തു നോക്കി. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നിസ്കാരം വിശ്വാസികൾക്ക് അല്ലാഹു സമയനിഷ്ഠയോടുകൂടി കൊടുത്തൊരു കാര്യമാണ്. ഖുർആൻ നിസ്കാരത്തിന് സമയമുണ്ട്. ആ കൃത്യസമയത്ത് നിസ്കരിക്കണം. ഏത് അമലാണ് നബിയെ ഏറ്റവും ശ്രേഷ്ഠമെന്ന ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞ മറുപടി അസ്സലാത്തു ലി അവ്വലി വഖ്തിഹ, സമയമായാൽ ആദ്യം നിസ്കരിക്കുക എന്നാണ്. അപ്പൊ നിസ്കാരം തുടങ്ങാൻ ഒരു സമയമുണ്ട്, നിസ്കാരം തീരാൻ ഒരു സമയമുണ്ട്. നമുക്ക് തോന്നുമ്പോൾ നിസ്കരിച്ചാൽ പോരാ. ആ നിസ്കാരം പോലും വലിച്ചു നീട്ടാൻ പാടില്ല. ഇമാമ് നിൽക്കുന്ന ആളുകൾ നമസ്കാരം പോലും ദീർഘിപ്പിക്കാൻ പാടില്ല. മുആദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഇമാമൊന്ന് നമസ്കരിച്ചു. നമസ്കാരം അല്പം ദീർഘമായി പോയപ്പോൾ പുറകിൽ നിന്നൊരാള് കൈയഴിച്ചു. അദ്ദേഹം മാറി ഒറ്റയ്ക്ക് നിസ്കരിച്ചു. ഇദ്ദേഹം നിസ്കാരത്തിന്റെ ഇടയ്ക്ക് പോയതുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കി അദ്ദേഹം മുനാഫിഖാണെന്ന് മനസ്സിലാക്കി. തന്നെ മുനാഫിഖ് എന്ന് മനസ്സിലാക്കിയെന്ന് അറിഞ്ഞ ആ സഹാബി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാതിയുമായി ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇമാമ് മുആദിനെ വിളിപ്പിച്ചു. എന്നിട്ട് മുആദിനോട് പറഞ്ഞു, അഫത്താനുൻ അന്ത യാ മുആദ്, നീ ഫിത്ന ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്? നിന്റെ പുറകിൽ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, പ്രയാസമുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് നിസ്കാരം എങ്ങനെ നീട്ടിവലിച്ച് മനുഷ്യരെ ഇടങ്ങേറാക്കരുത് എന്ന് പറഞ്ഞ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് കൊടുക്കുകയാണ്. സത്യത്തിൽ നമസ്കാരം തുടങ്ങുന്ന സമയമാണ് ഈ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്, തീരുന്ന സമയമില്ല. ളുഹർ നമസ്കാരം അസർ വരെ നീട്ടിയാലും ഇമാമിനെ സംബന്ധിച്ചിടത്തോളം കുറ്റമൊന്നുമില്ല, തീരുന്ന സമയം എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ആ തീരുന്നത് പോലും മനുഷ്യരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട നമസ്കാരം പോലും ദീർഘിപ്പിക്കാൻ പാടില്ല. ഇത്ര കൃത്യനിഷ്ഠ നിസ്കാരത്തിന്റെ കാര്യത്തിലുണ്ട്, നോമ്പിന്റെ കാര്യത്തിലുണ്ട്. നോമ്പ് തുടങ്ങേണ്ട സമയം അവസാനിപ്പിക്കേണ്ട സമയമുണ്ട്. നോമ്പ് തുറക്കേണ്ട സമയം കഴിഞ്ഞാൽ പിന്നെ നീട്ടാൻ പാടില്ല. നോമ്പ് തുടങ്ങേണ്ട സമയത്തിന് മുമ്പ് തുടങ്ങാനും പാടില്ല. ഹജ്ജിന് സമയമുണ്ട്. ഹജ്ജ് തുടങ്ങേണ്ടതെന്നാണ്. ദുൽഹജ്ജ് 8-ന് ഹജ്ജ് തുടങ്ങി 12, 13-ന് ഹജ്ജ് അവസാനിക്കുകയാണ്. സമയനിഷ്ഠയുണ്ട്. സക്കാത്തിന് സമയനിഷ്ഠയുണ്ട്. ഒരാൾക്ക് സക്കാത്ത് നിർബന്ധമായി 1 വർഷം കഴിയുമ്പോൾ, സക്കാത്തിന്റെ മുതലുണ്ടായി 1 വർഷം കഴിയുമ്പോഴാണ് സക്കാത്ത് നിർബന്ധമാവുക. സമയമുണ്ടതിന്. ഇങ്ങനെ ഇസ്ലാമികമായ ആരാധനകൾക്കെല്ലാം കൃത്യമായി സമയം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നിരിക്കെ ഒരു മുസ്ലിമായ മനുഷ്യൻ എങ്ങനെയാണ് ഈ സമയനിഷ്ഠ പാലിക്കാതിരിക്കാൻ കഴിയുക? അൽ വഖ്തു അഫ്മനു മിനൽ ദഹബി, സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് സമയം. അത് പോയാൽ പിന്നെ തിരിച്ചു കിട്ടൂല. 86,400 സെക്കൻഡാണ് ഒരു ദിവസം. ഓരോ സെക്കൻഡിന് വിലയുണ്ട്. പോയ ഒരു സെക്കൻഡും ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടൂല. പക്ഷെ ഇന്ന് പൊതുവെ നമ്മുടെ സമുദായത്തിന്റെ, നമ്മുടെ നാടിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു പ്രോഗ്രാം 10 മണിക്ക് നടത്തണമെങ്കിൽ നമ്മൾ നോട്ടീസ് അടിക്കുന്ന 9 മണിക്ക്. 9 മണിക്കുന്ന നോട്ടീസിൽ വെച്ചാൽ 10 മണിക്ക് പ്രോഗ്രാം തുടങ്ങും. ഏതെങ്കിലും ഒരു പാവപ്പെട്ട 9 മണിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ മൈക്ക് ഓപ്പറേറ്റർ പോലും ഉണ്ടാവില്ല, സംഘാടകർ പോലും വന്നിട്ടുണ്ടാവില്ല. സംഘാടകർ വന്നിട്ട് ചിരിക്കും, അല്ല നിങ്ങൾ നേരത്തെ വന്നു എന്ന് ചോദിക്കും. കാരണം 9 മണി എന്ന് പറഞ്ഞാൽ 10 മണി തന്നെ അർത്ഥം. അപ്പൊ ഈ സമയത്തിന് വിലയില്ലേ? ഇപ്പൊ അടുത്താണ്, കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് തമിഴ്നാട്ടിലെ വിജയ് പങ്കെടുത്ത 10,000 പങ്കെടുത്ത യോഗത്തിൽ 40 ചില്ലാനും ആളുകൾ മരിച്ചുപോയി. എന്താണ് അതിന് പിന്നിലുള്ള കാരണം? കോടതി പോലും, മദ്രാസ് ഹൈക്കോടതി പോലും പറഞ്ഞത് വിജയ്ക്ക് നേതൃഗുണമില്ല എന്നാണ്. ഒരു നേതാവാകാൻ വിജയ് പഠിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. വളരെ കൃത്യമായ നിരീക്ഷണമാണ് മദ്രാസ് ഹൈക്കോടതിയുടെ. ഒന്നാമത്തെ കാരണം, അദ്ദേഹം 10-40 പേര് മരിച്ച അപകടം സംഭവിച്ചപ്പോൾ അദ്ദേഹം ചെയ്തത് വീട്ടിലേക്ക് പോവുക ചെയ്തത്. ഒരു നേതാവ് ചെയ്യേണ്ടത് അങ്ങനെയല്ല. നേതാവ് അനുയായികളുടെ കൂടെ ഉണ്ടാകണം. അവരുടെ സന്തോഷഘട്ടത്തിലും സങ്കടഘട്ടത്തിലും കൂടെ നിൽക്കുന്നവനാണ് നേതാവ്. രണ്ടാമത്, ആ പരിപാടി ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കേണ്ട പരിപാടിയാണ്. രാവിലെ മുതൽ ആളുകൾ വന്നു. 9 മണിക്കൂർ വൈകിയാണ് നേതാവ് വരുന്നത്. അത്രയും നേരം അവിടെ കഷ്ടപ്പെട്ട് ഭക്ഷണമോ വെള്ളമോ കൃത്യമായി കിട്ടാതെ ചൂടി നിൽക്കുന്ന മനുഷ്യർ സ്വാഭാവികമായിട്ടും അവർ തളർന്നു വീഴും. അപ്പൊ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുക, സംഘാടനം തന്നെ തെറ്റായ രീതിയിൽ സമയനിഷ്ഠ പാലിക്കാതെ ആയിത്തീരുമ്പോ അത് നൽകുന്ന സന്ദേശം എന്താണ്? സമയത്തിന് വിലയില്ല എന്നൊരു സന്ദേശമല്ലേ സംഘാടകർ നൽകുന്നത്?
ഓരോ മിനിറ്റിനും ഓരോ സെക്കൻഡിനും വിലയില്ലേ? ഒരു വർഷത്തിന്റെ വില അറിയാൻ, ഒരു വർഷത്തിന്റെ വില എത്രയെന്ന് മനസ്സിലാക്കാൻ ഒരു തോറ്റ വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ മതി. പരീക്ഷയ്ക്ക് തോറ്റ വിദ്യാർത്ഥി. മാസത്തിന്റെ വില അറിയാൻ മാസം പറയാതെ പ്രസവിച്ച പെണ്ണിനോട് ചോദിച്ചാൽ മതി. ഒരാഴ്ചയുടെ വില അറിയണമെങ്കിൽ ഒരു വാരികയുടെ ചീഫ് എഡിറ്ററോട് ചോദിച്ചാൽ മതി. ഒരു ദിവസത്തിന്റെ വില അറിയാൻ കാമുകിയെ കാത്തിരിക്കുന്ന കാമുകനോട് ചോദിച്ചാൽ മതി. ഒരു മിനിറ്റിന്റെ വിലയറിയാൻ മിനിറ്റുകളുടെ വ്യത്യാസത്തിന് തീവണ്ടി പോയി നിരാശനായി മടങ്ങിപ്പോന്ന യാത്രക്കാരനോട് ചോദിച്ചാൽ മതി. ഒരു സെക്കൻഡിന്റെ വിലയറിയാൻ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്ത വാഹനാപകടത്തിൽ രക്ഷപ്പെട്ട ഒരാളോട് ചോദിച്ചാൽ മതി. മൈക്രോ സെക്കൻഡിന്റെ വിലയറിയാൻ PT ഉഷയോടോ ഉസൈൻ ബോൾട്ടിനോട് ചോദിച്ചാൽ മതി. സമയത്തിന് വിലയുണ്ട്. ആപേക്ഷികമായി ഓരോരുത്തർക്കും അവരുടെ സമയത്തിന് വിലയുണ്ട്. അതുകൊണ്ട് ആ സമയത്തിന്റെ വില നമ്മൾ കൽപ്പിക്കണം. ഇത് വലിയൊരു ഗുരുതരമായ വിഷയമാണ്. ഒരു ജുമാ പ്രഭാഷണം നടത്തേണ്ട വിഷയമാണെന്ന് വെച്ചാൽ അതെ, തീർച്ചയായിട്ടും. ലോകത്തെ ഏറ്റവും കൂടുതൽ സമയനിഷ്ഠ പാലിക്കുന്ന രാജ്യം ഏത് എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണുക ജപ്പാനാണ്. ജപ്പാൻ കൃത്യമായി സമയം പാലിക്കുന്ന രാജ്യമാണ്. 193 രാജ്യങ്ങളിൽ കൃത്യസമയം പാലിക്കുന്ന രാജ്യം ജപ്പാനാണ്. അവരുടെ ബുള്ളറ്റ് ട്രെയിനുകൾ അര സെക്കൻഡ് വൈകൂല. ഒരിക്കൽ 20 സെക്കൻഡ് വൈകിയതിനു വേണ്ടി രാജ്യത്തോട് റെയിൽവേ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എന്നാണ് ട്രെയിൻ സമയത്തിന് വന്നതെന്ന് ചോദിച്ചാൽ മതി. ജപ്പാനാണ്. പിന്നെ ജർമ്മനിയാണ്. ലോകത്തെ ഏറ്റവും സമയനിഷ്ഠയില്ലാത്ത രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി വെനിസില എന്നാണ്. പിന്നെ ബ്രസീൽ എന്നാണ്. പിന്നെ നൈജീരിയ എന്നാണ്. 4ാമത് ഇന്ത്യ എന്നാണ്. ലോകരാജ്യങ്ങളിൽ 4ാം സ്ഥാനത്തുണ്ട് സമയം പാലിക്കുന്ന വിഷയത്തിൽ ഇന്ത്യക്കാര്. അതുകൊണ്ടുള്ള സന്തോഷ് ജോർജ് കൊളങ്ങര അദ്ദേഹം പറയുന്നുണ്ട് ഒരു അഭിമുഖത്തിൽ, ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോയാൽ ടൂർ ഗൈഡ് എന്നോട് പ്രത്യേകം വിളിച്ചു പറയും, 7 മണി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരുടെ 7 മണിയല്ല, ഇവിടുത്തെ 7 മണിയാണ്. കാരണം ഇന്ത്യക്കാരുടെ 7 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിയാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയനിഷ്ഠ പാലിക്കുന്ന സംസ്ഥാനം ഏതെന്ന് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കേരളം എന്ന മറുപടി കിട്ടുക. 2ാമത് മഹാരാഷ്ട്രയാണ്. 3ാമത് ഗുജറാത്താണ്. ഈ കേരളത്തിന്റെ അവസ്ഥ എന്താ? അവിടെയാണ് ഞാൻ പറഞ്ഞത് 4 മണിക്ക് നോട്ടീസ് അടിച്ചിട്ട് 5 മണിക്ക് പ്രോഗ്രാം തുടങ്ങുന്ന കേരളക്കാരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃത്യനിഷ്ഠ പാലിക്കുന്ന ആൾക്കാർ. പിന്നെ തമിഴ്നാട്ടിലെ കാര്യം പറയാനില്ലല്ലോ. ഇനി കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കൃത്യനിഷ്ഠ പാലിക്കുന്ന ജില്ല ഏതെന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ എറണാകുളം എന്നാണ് മറുപടി. എറണാകുളത്ത് തന്നെ അരമുക്കാൽ മണിക്കൂർ വൈകിയാണ് എല്ലാ പരിപാടിയും തുടങ്ങാറുള്ളൂ. പിന്നെ തിരുവനന്തപുരമുണ്ട്. ഏറ്റവും സമയനിഷ്ഠ പാലിക്കാത്ത ജില്ല കാസർഗോഡാണ്, കോഴിക്കോടാണ്, 3ാമത് മലപ്പുറമാണ്. ഇങ്ങനെ ഓരോ നാട്ടുകാർക്കും ഓരോ സംസ്ഥാനക്കാർക്കും ഓരോ ജില്ലക്കാർക്കും പോലും ഈ കൃത്യനിഷ്ഠയുടെ വിഷയത്തിൽ, സമയനിഷ്ഠയുടെ വിഷയത്തിൽ കൃത്യമായ ഒരു റാങ്ക് നമുക്ക് കണ്ടെത്താൻ കഴിയും. സത്യത്തിൽ മനുഷ്യരല്ലാത്ത സർവ്വജീവജാലങ്ങൾ ഈ പ്രപഞ്ചം മുഴുവനും സമയത്തിനനുസരിച്ച് കൃത്യനിഷ്ഠയോടുകൂടി സഞ്ചരിക്കുകയാണ്. സൂര്യൻ ഒരിക്കലും താമസിച്ചുദിച്ചിട്ടില്ല. സൂര്യൻ ഇന്നേ വരെ താമസിച്ച് അസ്തമിച്ചിട്ടില്ല. സൂര്യന് സമയനിഷ്ഠയുണ്ട്. ചന്ദ്രന് സമയനിഷ്ഠയുണ്ട്. നക്ഷത്രങ്ങൾക്ക് സമയനിഷ്ഠയുണ്ട്. മൃഗങ്ങൾക്ക് സമയനിഷ്ഠയുണ്ട്. വൈകുന്നേരം ഉറങ്ങേണ്ട സമയമായാൽ ഒരു മൃഗവും പിന്നെ കൂട്ടിന് വെളിയിലുണ്ടാവൂല, ഭക്ഷണവും കഴിക്കൂല. അസമയത്ത് ഭക്ഷണം കൊടുത്താൽ ഒരു മൃഗവും കഴിക്കൂല. നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് സമയമൊന്നുമില്ല. രാത്രി 2 മണിക്കാണെങ്കിലും ഓക്കെയാണ്. രാവിലെ നിങ്ങൾ സുബഹിക്ക് വരുമ്പോ ആട്ടിൻകൂട്ടിൽ ചെന്ന് നോക്ക്, ആടെണീറ്റിട്ടുണ്ടാവും. ആടിനറിയാം ഉണരേണ്ട സമയം. വൈകുന്നേരം പക്ഷികൾക്കറിയാം കൂട്ടിൽ കയറേണ്ട സമയം. മഗ്‌രിബ് കഴിഞ്ഞൊരു പക്ഷിയെ നിങ്ങൾ വെളിയിൽ കാണൂല. അപ്പൊ ഈ സമയനിഷ്ഠ പ്രപഞ്ചത്തിന് മുഴുവനും ഉണ്ട്. മനുഷ്യരല്ലാത്ത മൃഗങ്ങൾക്കുണ്ട്, മലക്കുകൾക്കുണ്ട്. അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മനുഷ്യനെ റൂഹ് പിടിക്കാൻ 1 സെക്കൻഡ് തെറ്റൂല്ല. ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജോലി സൂറെന്ന കാഹളത്തിൽ ഊതലാണ്, അന്ത്യനാളാകാൻ വേണ്ടി. അദ്ദേഹത്തെ ആ ജോലി ഏൽപ്പിച്ച സമയം മുതൽ ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാം അതിങ്ങനെ കാത്തുവെച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് പടച്ചോന്റെ ഓർഡർ കിട്ടുക? അർശിലേക്ക് നോക്കിയിരിക്കുകയാണ് ഇസ്രാഫിൽ. ഒരു സമയം പോലും ലംഘിക്കൂല, കൃത്യനിഷ്ഠ. ഈ സമയനിഷ്ഠ പാലിക്കാൻ കഴിയാത്ത ഏകവർഗം മനുഷ്യനാണ് അതില്ലാത്തത്. നമ്മുടെ പരിപാടികളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹും ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ. അല്ലാഹു എന്റെ സമുദായത്തിന് നീ പ്രഭാതത്തിൽ ബറക്കത്ത് ചെയ്യണമേ. രാവിലെ ഏത് കാര്യം തുടങ്ങിയാലും ബറക്കത്തുണ്ടാവും. അതിരാവിലെയാണ് എല്ലാം തുടങ്ങേണ്ടത്. കച്ചവടം തുടങ്ങേണ്ടത് രാവിലെയാണ്.
കടകൾ തുറക്കേണ്ടത് രാവിലെയാണ്. ഇന്ന് രാവിലെ തുറക്കുന്ന കടകൾ ഒന്ന് ലോട്ടറി കടയാണ്, മറ്റൊന്ന് ചായക്കടയാണ്. രാവിലെ ഒരു പ്രസ്ഥാനം തുടങ്ങുകയാണെങ്കിൽ ആരും ദുആ ചെയ്തില്ലെങ്കിലും, നിങ്ങളൊരു കട ഉദ്ഘാടനം ചെയ്യാണ്, ഒരു ഉസ്താദും വന്ന് ദുആ ചെയ്തില്ലെങ്കിലും റസൂലുള്ള ദുആ ചെയ്തിട്ടുണ്ട്. ഈ ദുആ എല്ലാവർക്കും കിട്ടും. രാവിലെ തുടങ്ങുന്ന എല്ലാ കച്ചവടക്കാർക്കും ഈ ദുആ കിട്ടും. പക്ഷെ നമ്മുടെ അവസ്ഥ എന്താ? രാവിലെ നമ്മളൊരു പരിപാടിക്കും ഇല്ല. നമ്മുടെ കല്യാണങ്ങളുടെ അവസ്ഥ എന്താ? 11 മണിക്കുന്ന കല്യാണത്തിൽ സമയം തീരുമാനിച്ചാൽ നിക്കാഹ് നടക്കുന്നത് പലപ്പോഴും 12 മണി, 12:30 മണി, 1 മണിക്കൊക്കെയാണ്. ഒരാൾക്ക് വേണ്ടിയാണ് ഈ കാത്തിരിക്കുന്നത്. പെണ്ണിന്റെ അമ്മാവന്റെ മോൻ വരാനുണ്ട്, അതിനോട് നിക്കാഹ് താമസിപ്പിക്കുക. 100 പേരാ നിക്കാഹിന്റെ സദസ്സിലുണ്ടെങ്കിൽ ഒരാൾ 5 മിനിറ്റ് വൈകിയാൽ നഷ്ടപ്പെടുത്തുന്നത് എത്ര മിനിറ്റാണ്? 5 മിനിറ്റ് അല്ലല്ലോ, 100 പേരുടെ 5 മിനിറ്റ് അല്ലേ? ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവനും പിരാഗാണ്, ഈ വരാനിരിക്കുന്ന ആളെ, ഈ നടക്കാനിരിക്കുന്ന നിക്കാഹിന്. എന്നിട്ട് ആ നിക്കാഹ് കഴിയുമ്പോ ഫാത്തിഹ ഓതിയിട്ടൊരു ദുആ ചെയ്യും. എന്ത് ബർക്കത്തുണ്ടാകും? ഫാത്തിഹ ഓതി ദുആ ചെയ്തത് ഒരാളാണ്, ഈ നിക്കാഹിനെതിരെ ശപിച്ചത് ഇരിക്കുന്ന മുഴുവൻ ആളുകളുമാണ്. എന്ത് ബർക്കത്താ നിക്കാഹിലുണ്ടാകാൻ? അവിടെ എന്താ ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ട് വരാനുള്ള ആള് അനുമതി കൊടുക്കുക, ഞാൻ വന്നോളാം, നിക്കാഹ് നടക്കട്ടെ. അയാളുടെ യുവ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. ആ നിക്കാഹ് നല്ല മുഹൂർത്തത്തിൽ, മംഗള മുഹൂർത്തത്തിൽ ആ നിക്കാഹ് നടക്കും. ഇനി വരാൻ വാഹനം കിട്ടാതെ പോയതുകൊണ്ടോ അല്ലെങ്കിൽ റോഡിലുണ്ടായ ട്രാഫിക്കിന്റെ പേരിലോ വരാൻ താമസിച്ചു, അനുമതി കൊടുത്തേക്ക, ഞാൻ വരും, ഞാൻ വന്നോളാം, നിക്കാഹ് നടക്കട്ടെ. ഇനി അത് സാക്ഷാൽ വലിയ തന്നെ വന്നില്ല എന്ന് വിചാരിക്കുക, വലിയ ബ്ലോക്കിൽപ്പെട്ടു, വരാൻ കഴിഞ്ഞില്ല. എന്താ വേണ്ടത്? ആ വലിയനെ പോലും കാത്തിരിക്കാൻ ആ വലിയ ആഗ്രഹിക്കരുത്, അനുമതി കൊടുക്കുക, വക്കാലത്തേൽപ്പിക്കുക, എന്റെ സ്ഥാനത്ത് ഇന്നയാൾ ഇരുന്ന നിക്കാഹ് നടക്കട്ടെ എന്ന് പറയാം. വരന് വരാൻ കഴിഞ്ഞില്ല, വരൻ ബ്ലോക്കിൽപ്പെട്ടുപോയി, ഇത്രയും ആളുകളെ ഇരുത്തി കഷ്ടപ്പെടുത്തല്ല വേണ്ടത്. പരിശുദ്ധ ഇസ്ലാമിൽ അതിനും സംവിധാനമുണ്ട്. ആ വരനും വേറെ ആൾക്ക് വക്കാലത്ത് കൊടുക്കാം. ആ നിക്കാഹിന്റെ സദസ്സിലിരുന്ന് എനിക്ക് വേണ്ടി ആ നിക്കാഹ് ഒന്ന് സ്വീകരിക്കാൻ ഇവിടെയുള്ള ആരെങ്കിലും ഫോൺ ചെയ്ത് ഏൽപ്പിച്ചാൽ ആ വരന്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് ആ നിക്കാഹ് സ്വീകരിക്കാം. അതോടുകൂടി അവന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു. ഈ വക്കാലത്ത് എന്ന് പറയുന്ന പരിപാടി പരിശുദ്ധ ഇസ്ലാമിലുള്ളത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ മനുഷ്യന്റെ സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ്. സമയനിഷ്ഠയോടുകൂടി പരിപാടി നടത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മീറ്റിംഗുകൾ, അധ്യക്ഷന് വേണ്ടി മീറ്റിംഗ് കാത്തിരിക്കുകയാണ്, പ്രസിഡന്റ് വന്നിട്ടില്ല. പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തിക്കൊരു വിലയില്ല, ആ പോസ്റ്റിനാണ് വില. പ്രസിഡന്റ് വന്നില്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് കയറി സമയത്ത് യോഗം തുടങ്ങുക, ഇല്ലെങ്കിൽ സെക്രട്ടറിക്ക് ഇരിക്കാമല്ലോ. ഇനി അവരാരും വന്നില്ലെങ്കിൽ ഏത് വന്ന ഒരാൾ അധ്യക്ഷനാണ്, ആ പദവിക്കാണ് വില. സമയത്ത് ആ മീറ്റിംഗ് തുടങ്ങണം. ഇത് നമ്മളെ പഠിപ്പിച്ചത് നിസ്കാരമാണ്. നിസ്കാരം എന്ന് പറയുന്നൊരു സംസ്കാരമാണ്. നിസ്കാരം പഠിപ്പിച്ച പ്രധാനപ്പെട്ട സംസ്കാരങ്ങളിൽ ഒന്നാണ്. ഒരു യോഗത്തിന്റെ കോറം എന്ന് പറയുന്ന 2 പേരാണ്. കാരണം ഒരു ജമാഅത്ത് നടക്കാൻ 2 പേര് മതി. ഒരു ഇമാമും ഒരു മാമും ഉണ്ടെങ്കിൽ ജമാഅത്തായി. ഈ പള്ളിയിൽ അങ്ങനെ ഒരു ജമാഅത്ത് നടന്നാൽ ഈ നാട്ടുകാരെ മുഴുവനും എന്തുകൊണ്ട് ജമാഅത്ത് നടന്നില്ല എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിവായി. ജമാഅത്ത് ഫർള് കിഫായയാണ്. ഒരു യോഗത്തിന് 2 പേര് വന്നാൽ യോഗത്തിന്റെ കോറമായി, ആരും കാത്തിരിക്കേണ്ടതില്ല, മീറ്റിംഗ് തുടങ്ങാം. അങ്ങനെ നമ്മൾ സമയബന്ധിതമായി സമയം പാലിച്ചുകൊണ്ട് നമ്മുടെ പരിപാടികൾ തുടങ്ങാൻ തീരുമാനിച്ചാൽ ഒരാഴ്ച കൊണ്ട് 1-2 ആഴ്ച കൊണ്ട് സംഭവം ശരിയായി കിട്ടും. ആരെയും കാത്തിരിക്കരുത്. ചെറുക്കന്റെ മഹല്ലിലെ ഖത്തീബ് വരാൻ വേണ്ടി നിക്കാഹ് താമസിപ്പിക്കുക. പെണ്ണിന്റെ മഹല്ലിലെ ഖത്തീബിന് പോലും നിക്കാഹിൽ ഒരു റോളുമില്ല ഇസ്ലാമിൽ. നിക്കാഹ് എന്ന് പറയുന്നത് വരനും വലിയും തമ്മിലുള്ള ഏർപ്പാടാണ്. അതിൽ ഖത്തീബിന് എന്ത് റോള്? അവർക്ക് ആ സീഗ പറയാൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള സഹായി മാത്രമാണ് ഖത്തീബ്. പിന്നെയാണ് ചെറുക്കന്റെ മഹല്ലിലെ ഖത്തീബ് വരാൻ വേണ്ടി നിക്കാഹ് താമസിപ്പിക്കുക, ഇത്രയും പേരെ കാത്തിരിക്കുക. ഇതൊക്കെ എന്ത് സന്ദേശമാണ് നൽകുന്നത്? അതുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഇബാദത്തുകൾ, ഈ നിസ്കാരം പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം തന്നെ സമയനിഷ്ഠയോടുകൂടി പരിപാടികൾ നടത്തണമെന്നുള്ളതാണ്. നമ്മുടെ മയ്യിത്ത് പോലും പള്ളിയിൽ വന്ന് സമയമായാൽ പോലും പിന്നെ ആളുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. 2 ആൾ വുദു എടുക്കുന്നുണ്ട്, 3 ആൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിപ്പുണ്ട്, അതുകൊണ്ട് മയ്യിത്ത് നിസ്കാരം താമസിപ്പിക്കും. അത്ര വലിയ തെറ്റാണിത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ജംഇന്റെ വഖത്തിന് മുമ്പ് ആ മനുഷ്യനെ കബറടക്കിയിരിക്കണം. സുബഹിക്ക് മരിച്ച ഒരാൾ ളുഹറിന് മുമ്പ് കബറടക്കണം. ളുഹർ കഴിഞ്ഞ് മരിച്ചാൽ മഗ്രിബിന് മുമ്പ് കബറടക്കണം. മഗ്രിബ് കഴിഞ്ഞ് മരിച്ചയാളെ സുബഹിക്ക് മുമ്പ് കബറടക്കണം. ആർക്ക് വേണ്ടി ആ മയ്യത്ത് കാത്തുവെക്കേണ്ടതില്ല. എന്നിട്ടാണ് സമയമായിട്ടും വരാനുള്ള ആളുകൾക്ക് വേണ്ടി മയ്യത്തിന്റെ നിസ്കാരത്തെ ബന്ധിപ്പിക്കുക. പരിശുദ്ധ ഇസ്ലാമിൽ ഇതിന് സംവിധാനം ഉണ്ടല്ലോ.
വരാൻ താമസിക്കുന്ന ആളുകൾക്ക് ഖബറിൽ പോയി ഖബറിന്റെ പരിസരത്ത് നിസ്കരിക്കാൻ അതുകൊണ്ട് അങ്ങനെ നിസ്കരിക്കാം. അപ്പൊ സമയനിഷ്ഠ പാലിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൃത്യമായി ഓരോന്നിനും കൃത്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലോസ് ആഞ്ചലോസിൽ അമേരിക്കയിൽ എലിസബത്ത് ടൈലർ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് താരം ഉണ്ടായിരുന്നു. ഒരു സംഗീത ചക്രവർത്തി എന്നാണ് അവരറിയപ്പെടുന്നത്. നമ്മുടെ മൈക്കിൾ ജാക്സന്റെ സുഹൃത്താണ് അവർ. ജീവിതകാലം മുഴുവനും സർപ്രൈസ് കൊണ്ട് മനുഷ്യരെ വശീകരിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. ഒരിക്കലും സമയനഷ്ട പാലിക്കില്ല. എന്ത് പ്രോഗ്രാം നിശ്ചയിച്ചാലും ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം സമയത്തിന്റെ പരിപാടി നടത്തിയിട്ടില്ല. അദ്ദേഹം തന്റെ ഉറ്റ മിത്രങ്ങളോടൊരു വസിയത്ത് ചെയ്തു, ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ ശവസംസ്കാരവും ഇതേപോലെ ഒരു സർപ്രൈസ് ആകണം. നിങ്ങളൊരു സമയം പറയണം, പക്ഷെ സമയത്ത് നടത്തരുത്. അങ്ങനെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ എലിസബത്ത് ടൈലറുടെ ശവസംസ്കാരം നടക്കുമെന്ന് പ്രഖ്യാപിച്ചു. 2 മണിക്ക്. പക്ഷെ 2:15 നടത്തിയത്. ശവസംസ്കാരം കഴിഞ്ഞപ്പോൾ അവിടെ അനൗൺസ് ചെയ്തു, ഇദ്ദേഹം പറഞ്ഞിരുന്നു ഇങ്ങനെ 2 മണിക്കെന്ന് അനൗൺസ് ചെയ്തിട്ട് 2:15 നടത്താവുള്ളൂ, ജനങ്ങൾക്കൊരു ആകാംക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു എന്ന്. അപ്പൊ മയ്യത്ത് പോലും ശവസംസ്കാരത്തെ പോലും ഇതേപോലെ സർപ്രൈസുകൾ കൊടുത്തുകൊണ്ട് സമയം ലംഘിക്കുന്ന പരിപാടി നമുക്കിടയിലുണ്ട്. സർക്കാർ ഓഫീസുകൾ പഞ്ചിങ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10 മണിക്ക് പഞ്ച് ചെയ്യണം, വൈകിട്ടും പഞ്ച് ചെയ്യണം. ഇപ്പൊ ഉദ്യോഗസ്ഥർ എന്താ ചെയ്യുക? ചില ഉദ്യോഗസ്ഥർ രാവിലെ പഞ്ച് ചെയ്തിട്ട് പോകും, അത്യാവശ്യമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് പഞ്ച് ചെയ്യും. സഹോദരങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സർക്കാർ ജോലി, ഓരോ മിനിറ്റിനും നിങ്ങൾക്ക് ശമ്പളം തരുന്നുണ്ട്. നിങ്ങൾ അവിടെ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ വാങ്ങുന്ന ശമ്പളം നിങ്ങൾക്ക് ഹലാലാവൂല. അതുകൊണ്ട് ഈ മക്കളെ ഭക്ഷിപ്പിച്ചാൽ മക്കളൊന്നും സാലിഹ്യങ്ങളാവൂല. അതുകൊണ്ട് സർക്കാരിനെ പറ്റിക്കാൻ, ഉദ്യോഗസ്ഥരെ പറ്റിക്കാൻ കഴിഞ്ഞിരിക്കാം, പക്ഷേ നമ്മുടെ സമ്പാദ്യം ഹലാലല്ലാതായി പോകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ സമയനിഷ്ഠ എന്ന് പറയുന്നത്, മുസോളനി, ഇറ്റലിയുടെ ഏകാധിപതിയായിരുന്ന മുസോളനി, അദ്ദേഹത്തിന്റെ ഓഫീസിൽ 20 തിരകളുള്ള ഒരു തോക്കും ഒരു കത്തിയും സൂക്ഷിച്ചിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഓഫീസിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, സമയം കളയാൻ വേണ്ടി വരുന്നവനെ വെടിവെച്ചു കൊല്ലും. വെറുതെ കയറിയിരുന്ന് സമയം കളയാൻ വേണ്ടി വരുന്നതിനെ വെടിവെച്ചു കൊല്ലുമെന്ന് അദ്ദേഹം ഒരു ബോർഡും വെച്ചു. ഈ തോക്കും സൂക്ഷിച്ചു, ഒരു കത്തിയും അദ്ദേഹം അടുത്ത് സൂക്ഷിച്ചിരുന്നു എന്നാണ്. അപ്പൊ സമയം എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. സമയനിഷ്ഠ പാലിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വിജയങ്ങൾ നേടാനുള്ള സമയങ്ങൾ നമുക്ക് കിട്ടും. 2 സമയങ്ങളിലാണ് മനുഷ്യൻ അള്ളാഹുവിനോട് സമയം നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് ആവലാതി പറയുന്നത്. ഒന്ന് മരിക്കാൻ സമയത്താണ്. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് സമയങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു, എനിക്ക് കുറച്ചുകൂടി സമയം തരികയാണെങ്കിൽ ഫാസ്വദ്ദക വഅകും മിനസ് സാലിഹീൻ, ഞാൻ നന്നായി ജീവിച്ചു കൊള്ളാം, ധർമ്മം ചെയ്തു കൊള്ളാം എന്ന് മനുഷ്യൻ പറയും. പക്ഷേ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അജലെത്തി കഴിഞ്ഞാൽ പടച്ചവൻ ആരെയും പിന്തിപ്പിക്കൂല. രണ്ടാമത് മഹ്ശറയിൽ ചെല്ലുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയത്തൻ ഔ ദുഹാഹാ, അന്ത്യനാളിൽ മനുഷ്യന് തോന്നിപ്പോകും ഈ ദുനിയാവിലെ ജീവിതം മുഴുവനും ഒരല്പസമയമേ ഉണ്ടായിരുന്നു എന്ന് മനുഷ്യന് തോന്നിപ്പോകും. അല്പസമയമേ ജീവിച്ചിട്ടുള്ളൂ. അവൻ അള്ളാഹുവിനോട് പറയും, പടച്ചവൻ എനിക്ക് കുറച്ചുകൂടി ഭൂമിയിലേക്കൊന്ന് തിരിച്ചുപോയി കുറച്ചുകൂടി ജീവിക്കാനുള്ള അവസരം തരണം. പക്ഷെ അള്ളാഹുതആല ഒരു മനുഷ്യനും ഭൂമിയിലേക്കുള്ള ഒരു മടക്കം പിന്നീട് നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് നഷ്ടപ്പെടുത്തി കളയുന്ന സമയത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തർക്കും ചിന്തയുണ്ടാകണം. ഈ സമയങ്ങൾ വിലപ്പെട്ടതാണ്, നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ 40, 4 കാര്യങ്ങൾക്ക് മറുപടി നൽകാതെ അന്ത്യനാളിൽ ഒരു കാലെടുത്തു വെക്കാൻ കഴിയില്ല. 4 ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യം അൻ ഉംരിഹി, നിന്റെ ആയുസ്സിനെ കുറിച്ചാണ്. ഞാൻ നിനക്ക് തന്ന 60 വർഷമായത് നീ എന്ത് ചെയ്തു? നീ അതെങ്ങനെ ചെലവഴിച്ചു? നിന്റെ യുവത്വം എങ്ങനെ ചെലവഴിച്ചു? ഇതിന് മറുപടി പറയാതെ നമുക്ക് കാലെടുത്തു വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ സമയം വിലപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. സമയനിഷ്ഠയോടുകൂടി നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നടത്തണം. കൃത്യനിഷ്ഠ എല്ലാ കാര്യത്തിലും ഉണ്ടാക്കണം. പ്രസംഗത്തിൽ പോലും, പ്രഭാഷണങ്ങൾ പോലും ഇന്ന് അതിരുകവിയാണ്. ചില ആളുകൾക്ക് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ മൈക്കങ്ങ് തിന്നുകയാണ്. 20 മിനിറ്റാണ് ശ്രദ്ധയോടെ ഒരു പ്രസംഗം കേൾക്കാൻ ഒരാൾക്ക് കഴിയുക. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണങ്ങൾ അഖിലവും 20 മിനിറ്റ് കൂടിയിട്ടില്ല. വളരെ അപൂർവമായി മാത്രമാണ് പ്രവാചകൻ സുദീർഘമായ പ്രഭാഷണങ്ങൾ ചെയ്തിട്ടുള്ളത്. ഹജ്ജത്തുൽ വദായിലെ തന്റെ വിടവാങ്ങൽ പ്രഭാഷണം പോലും പ്രവാചകൻ 20 മിനിറ്റിൽ ചുരുക്കുക ചെയ്തത്. പക്ഷെ ഇന്ന് ചില മതപ്രസംഗങ്ങൾ പോലും വധപ്രസംഗങ്ങളാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എന്ന് പറയുന്ന എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, കഥാപാത്രം വീട്ടുമുറ്റത്ത്.
അതിനകത്ത് രസകരമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിലൊരു ഒരു വിഷയമാണ് വധപ്രസംഗം. അദ്ദേഹം പറയുന്നുണ്ട്, തിരുവല്ലയിലുള്ള എന്റെ ഒരു സുഹൃത്ത് ഈ അമിതമായ പ്രഭാഷണം നടത്തുന്ന ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു ഉപകരണം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആനക്ക് മയക്കുവെടി വയ്ക്കുമ്പോൾ ഒരു സിറിഞ്ച്, ആ സിറിഞ്ചിനകത്ത് മയക്കുമരുന്ന് കുത്തിവെച്ചിട്ട് 20 മിനിറ്റ് കഴിയുമ്പോൾ പ്രഭാഷകന്റെ തുടയിലേക്ക് അതിങ്ങനെ വിടുക. കുറച്ച് കഴിയുമ്പോൾ അയാളിങ്ങനെ മയങ്ങിയിട്ട് പ്രഭാഷണം നിർത്തിക്കൊള്ളും എന്ന് തിരുവല്ലക്കാരൻ സുഹൃത്ത് അങ്ങനെ ഒരു സിറിഞ്ച് ഉണ്ടാക്കുന്ന പദ്ധതി കൊടുത്തു എന്ന് ശിഹാബുദ്ദീൻ കൊയ്ത്തുകടവ് പറയുന്നുണ്ട്. ചില പ്രഭാഷകരും അങ്ങനെയാണ്. കളപ്പുറത്തിറങ്ങിയ കാമപാന്ത്രനായ കപ്പിത്താനെ പോലെ സമയവും അവസരവും നോക്കാതെ, മനുഷ്യരുടെ ചിന്താഗതി നോക്കാതെ, അവരുടെ ശ്രദ്ധ ശ്രദ്ധിക്കാതെ ഇങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഇതൊന്നും പ്രവാചകന്റെ മാതൃകയല്ല. ആ വിഷയത്തിൽ പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ മാതൃകകളുണ്ട്. ഇതൊന്നും പാടില്ലാത്തതാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഭരണാധികാരികൾ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. മനുഷ്യരുടെ സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, രണ്ടാം ഉമർ എന്ന പേരിൽ ചരിത്രം രേഖപ്പെടുത്തിയ നീതിമാനായ ഭരണാധികാരി, അദ്ദേഹം ഒരിക്കൽ മദീനയിലെ ഗവർണർക്ക് ഒരു കത്തെഴുതുന്നുണ്ട്. കത്തിങ്ങനെയാണ്, ഈ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാർക്ക് ഒരു 10,000 ദിർഹം അലവൻസ് കൊടുക്കണം. ഇതാണ് ഖലീഫയുടെ ഉത്തരവ്. ഖലീഫ സിറിയയിലാണുള്ളത്. സിറിയയിൽ നിന്നും ഗവർണർക്ക് കത്ത് കിട്ടി. അപ്പോൾ ഗവർണർക്ക് ഒരു സംശയം, അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഏത് കുടുംബത്തിന് കൊടുക്കണമെന്നാണ്? അലി റളിയല്ലാഹു അൻഹുവിന് പല ഭാര്യമാരുണ്ട്, ഏത് ഭാര്യയ്ക്കാണ് കൊടുക്കേണ്ടത്? അദ്ദേഹം ഇതിന് മറുപടി എഴുതി. ഇതിന്റെ നിവാരണം ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും മറുപടി എഴുതുകയാണ്, ഭരണാധികാരിക്ക് ഏത് കുടുംബത്തിനാണ് കൊടുക്കേണ്ടത്? അതിന് ഉമർ ബിൻ അബ്ദുൽ അസീസ് എഴുതിയ മറുപടി വളരെ ശക്തമായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞത് അലിയുടെ കുടുംബത്തിന് കൊടുക്കാനാണ്. അലിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഫാത്തിമ ബീവിയാണ്. ആ കുടുംബമാണ്, ഫാത്തിമയുടെ കുടുംബത്തിനാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കി ചെയ്യാതെ ഈ മദീനയിൽ നിന്നും സിറിയ വരെ ഒരു ദൂതൻ വന്നു പോകാൻ എത്ര സമയമെടുക്കും, എത്ര ദിവസങ്ങൾ എടുക്കും? അത്രയും സമയം അവർക്ക് കിട്ടേണ്ട അവകാശം നീ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് മദീനയിലെ ഗവർണർ ശക്തമായി ശകാരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സമയനിഷ്ഠ എന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പരിപാടികൾ കൃത്യമായ സമയത്ത് തുടങ്ങാൻ നമുക്ക് കഴിയണം. നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ അതിരാവിലെ തുറക്കുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരണം. നമ്മുടെ വ്യാപാരങ്ങൾ, നമ്മുടെ തൊഴിലുകൾ, നമ്മുടെ ജോലികൾ വളരെ കൃത്യമായി സമയത്തിന് തുടങ്ങുന്ന ഒരു കാര്യമാണ്. ഇത് ദീനാണിത്. നമ്മൾ യൂറോപ്യന്മാരെ പലതിനും കുറ്റം പറയും. പക്ഷെ ഇന്ന് അമേരിക്കയിൽ നിന്ന് നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു ആശയമാണ് സമയനിഷ്ഠ എന്നുള്ളത്. അമേരിക്കയിൽ എല്ലാ കാര്യങ്ങളും സമയനിഷ്ഠയോടുകൂടി ചെയ്യും. അമേരിക്കയിലൂടെ സഞ്ചരിക്കുമ്പോൾ PKTT എന്ന ബോർഡ്, PKTT എന്നിങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാണാം ഇടക്കിടക്കൊക്കെ റോഡ് സൈഡിൽ. PKTT എന്ന് പറഞ്ഞാൽ പ്ലീസ് കീപ് ടു ടൈം, സമയം പാലിക്കുക എന്നാണ്. ഇടക്കിടക്ക് ഇങ്ങനെ ബോർഡ് കാണാൻ കഴിയും അമേരിക്കയിലെ റോഡുകളിലൂടെ. അത്ര കൃത്യമാണ് അവരുടെ സമയം. പണ്ടൊരു സായിപ്പ് മലയാളിക്ക്, ഒരു കേരളക്കാരന് ജോലി കൊടുത്തൊരു കഥ പറയുന്നുണ്ട്. ഒരു സായിപ്പിന്റെ കമ്പനിയിൽ ഒരു മലയാളിക്ക് ജോലി കൊടുത്തു. രാവിലെ 10 മണി മുതലാണ് ജോലിയുടെ ടൈം, വൈകുന്നേരം 5 മണി വരെ. ഈ മലയാളി ജോലി കിട്ടി പിറ്റേ ദിവസം മുതൽ 10:30 വരാൻ തുടങ്ങി. 2 ദിവസം 10:30 വന്നപ്പോ ഈ സായിപ്പ് വിളിച്ചു പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾക്ക് ഈ 10 മണിക്ക് എന്തോ ഒരു എൻഗേജ്മെന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് മനസ്സ് അലിവുള്ള ആളായിരുന്നു സായിപ്പ്. സായിപ്പ് പറഞ്ഞു, നാളെ മുതൽ നിങ്ങളുടെ ഡ്യൂട്ടി ടൈം 10:30 ആക്കിയിരിക്കുകയാണ്. 1/2 മണിക്കൂർ എന്റെ വകയായിട്ട് നിങ്ങൾക്ക് നീട്ടിത്തരികയാണ്. പിറ്റേ ദിവസം ഈ മലയാളി പിന്നെ വരാൻ തുടങ്ങിയത് 11 മണിക്കാണ്. ഇതാണ് കഥ. അപ്പൊ അതുകൊണ്ട് ഓരോ നാട്ടുകാർക്കും, യൂറോപ്പിനെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ കുറ്റം പറയുമ്പോൾ തന്നെ യൂറോപ്പിന്റെ ഒരു നന്മയാണ് യൂറോപ്പ് സമയം പാലിക്കുന്നു, പ്രത്യേകിച്ച് അമേരിക്ക സമയം പാലിക്കുന്നു എന്നുള്ളത്. സെലീന സെഹ്റ എന്ന് പറയുന്ന ഓക്സ്ഫോർഡിൽ പഠിച്ച ഒരു പെൺകുട്ടിയുണ്ട്, മിടുക്കിയ ഒരു പെൺകുട്ടി സെലീന സെഹ്റ. BBC-യിലെല്ലാം ലേഖനങ്ങൾ എഴുതുന്ന, ടെലിവിഷനിൽ അവതാരകയായി വരാറുള്ള ഇസ്ലാമിക ലോകത്ത് പ്രസിദ്ധിയായ ഒരു പെൺകുട്ടിയാണ് സെലീന സെഹ്റ. അവരുടെ ഒരു പുസ്തകമുണ്ട്, ലവ് ഇൻ ഹെഡ്സ്ക്രാഫ്റ്റ്, മഫ്തയ്ക്കുള്ളിലെ പ്രണയം എന്നാണ് അതിന്റെ പേര്. 2010 ഇന്ത്യയിൽ അതിന്റെ പതിപ്പിറങ്ങിയിട്ടുണ്ട്. നല്ലൊരു പുസ്തകം. അതിനകത്ത് സെലീന സെഹ്റ പറയുന്നത്, തന്റെ വിവാഹം ആലോചിച്ചു വന്ന ആളെ തിരിച്ചറിഞ്ഞ, അയാൾ കപടനാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു ലക്ഷണം അവർ പറയുന്നുണ്ട്. എന്നെ പെണ്ണ് കാണാൻ വേണ്ടി വരാൻ ഒരാൾ തീരുമാനിച്ചു. എന്നോട് ഇന്ന സമയത്ത് വന്നാൽ ഇന്ന സ്ഥലത്ത് കാണാമെന്ന് പറഞ്ഞു. ഞാൻ അയാളെ കാത്തുനിന്നു. അയാൾ പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ കാത്തുനിന്നു. പക്ഷെ അയാൾ വരുന്നത് 1.5 മണിക്കൂർ വൈകിട്ടാണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി?
അപ്പൊ പറഞ്ഞു, ടെലിവിഷനിൽ ഞാൻ ക്രിക്കറ്റ് കളി കാണുമായിരുന്നു, അതുകൊണ്ടാണ് 1.5 മണിക്കൂർ താമസിച്ചത്. സെലീന പറയാണ്, ഞാൻ അപ്പോഴേ തീരുമാനിച്ചു എനിക്ക് ഇയാളെ വേണ്ട. കാരണം പറഞ്ഞ സമയത്ത് വന്നില്ല എന്ന് തന്നെയല്ല, താമസിച്ചു വരുമെന്ന കാരണം പോലും എന്നെ വിളിച്ചറിയിച്ചില്ല. പെണ്ണ് കാണാൻ വരുമ്പോൾ പോലും സമയനിഷ്ഠ പാലിക്കാൻ കഴിയാത്ത ഇയാൾക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ സമയനിഷ്ഠ പാലിക്കാൻ കഴിയുക, ദാമ്പത്യ ജീവിതത്തിൽ? അതുകൊണ്ട് ഞാൻ അയാളെ വേണ്ടെന്ന് വെച്ചു എന്നാണ് സെലീന ഷെഹറ പറയുന്നത്. അതുകൊണ്ട് സമയം പാലിക്കുക എന്നുള്ളത് ദീനിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സമയം ലംഘിക്കുക എന്നുള്ളത് കപടവിശ്വാസിയുടെ ലക്ഷണമാണ്, അത്ര ഗുരുതരമാണ്. ഒരാൾ 9 മണിക്ക് ഒരു പ്രോഗ്രാം വരാമെന്ന് പറഞ്ഞാൽ 9 മണിക്ക് അയാൾ വന്നിരിക്കണം. ഇതാ വഅദ അഖലഫ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക എന്നുള്ളത് മുനാഫിക്കിന്റെ 3 ലക്ഷണങ്ങളിൽ ഒന്നാണ്. സമയം പറഞ്ഞാൽ അത് തെറ്റിക്കുക. സാധാരണ രീതിയിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ 9 മണിക്ക് അയാൾ എത്തണം. 9 മണിക്ക് ഒരു മീറ്റിംഗ് തുടങ്ങുമെന്ന് പറഞ്ഞാൽ 10 മണിക്ക് തുടങ്ങൽ മുനാഫിക്ക് തരമാണ്. 10 മണിക്ക് തുടങ്ങാൻ 10 മണിക്ക് നോട്ടീസ് അടിക്കണം. ഒരു സമയം പറഞ്ഞാൽ അത് ലംഘിക്കുക എന്നുള്ളത് വാഗ്ദാന ലംഘനമാണ്. അത് മുനാഫിക്കിന്റെ 3 അടയാളങ്ങളിൽ ഒന്നാണ്. അത്ര ഗൗരവമായ ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പടച്ചവൻ സമയനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെ ഒരു മാതൃകാപരമായ ഒരു സമുദായമായി തീരാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അത് തന്നെയാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞു വെച്ച അലീജ ഇസ്സത്ത് ബഗോവിച്ച് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ സമുദായം സമയം പാലിക്കാതെ പോയത്? ഇത്ര കൃത്യനിഷ്ഠ പഠിപ്പിക്കപ്പെട്ടൊരു സമുദായം. അതുകൊണ്ട് സഹോദരങ്ങളെ, സമയനിഷ്ഠ നമ്മുടെ ഒരു ശീലമാക്കി എടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കല്യാണങ്ങൾക്ക്, നമ്മുടെ ചടങ്ങുകൾക്ക്, നമ്മുടെ മയ്യത്ത് നമസ്കാരങ്ങൾക്ക്, നമ്മുടെ യോഗങ്ങൾക്ക് ഒക്കെ ഒരു സമയനിഷ്ഠ നമ്മൾ പാലിക്കുന്ന അവസ്ഥ ഉണ്ടായിത്തീരണം. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.